ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് സയൻറ്റിഫിക് ഓഫീസർ ബോട്ടണി ബയോളജിയിലെ കഴിഞ്ഞ വർഷത്തെ, അത് കഴിഞ്ഞ വർഷം മീൻസ് ഇതിന് തൊട്ട് മുമ്പ് നടന്ന എക്സാം 2021 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബോട്ടണി പോർഷൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സൈറ്റോകൈനിൻ. സൈറ്റോകൈനിന് എക്സാമ്പിളായിട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സൈറ്റോകൈനിൻ എന്നുള്ളതാണ്. ഓപ്ഷൻസ് വരുന്നത് ഫിനൈൽ അസറ്റിക് ആസിഡ്, ദെൻ ഫോസ്ഫോൺ ഡി, ഡൈഹൈഡ്രോസിയാറ്റിൻ, 2-methoxy, 3,6-dichlorobenzoic acid. ഇങ്ങനെ 4 എക്സാമ്പിളാണ്. ഫസ്റ്റ് വേണം നമുക്ക് എന്താണ് സൈറ്റോകൈനിൻ നോക്കാം. സൈറ്റോകൈനിൻ ഈസ് എ പ്ലാന്റ് ഹോർമോൺ ഓർ വിച്ച് ഇസ് എ കെമിക്കൽ മെസ്സഞ്ചർ. സ്കൂഗ് ആൻഡ് മില്ലർ ആണ് ഈ പറയുന്ന ഫാക്ടറിനെ കണ്ടുപിടിച്ചത്. അതായത് അവർ റിസർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കുകയാണ് എ ഫാക്ടർ ദർ ഈസ് ദാറ്റ് പ്രൊമോട്ട് സൈറ്റോകൈനസിസ്. സൈറ്റോകൈനസിസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതാണ് സൈറ്റോകൈനിൻ. അവർ ഇതിന് പേര് കൊടുത്തത് ആസ് കൈനറ്റിൻ. ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത ഫോം എന്ന് പറയുന്നത് ആസ് കൈനറ്റിൻ ആണ്. ദെൻ എഫക്റ്റ് ഓൺ സൈറ്റോകൈനസിസ്, അതായത് സൈറ്റോകൈനസിസിനകത്താണ് ഇതിന് എഫക്റ്റ് ഉള്ളത്. ഇറ്റ് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് അഡിനിൻ. പ്യൂരിനായിട്ടുള്ള അഡിനിൻ്റെ മോഡിഫൈഡ് ഫോമാണ് ആര് ഈ പറയുന്ന കൈനറ്റിൻ അല്ലെങ്കിൽ സൈറ്റോകൈനിൻ എന്ന് പറയുന്നത്. നാച്ചുറൽ ഫോം എന്ന് പറയുന്നത് സിയാറ്റിൻ ആണ്. കോൺ കേർണൽസിനകത്ത്, അതായത് നമ്മുടെ ചോളത്തിൻ്റെയൊക്കെ പുറത്തിരിക്കുന്ന കേർണൽസിനകത്തും അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്കിനകത്തുമാണ് ഈ പറയുന്ന നാച്ചുറൽ ഫോമിൽ നമുക്കിതിനെ കാണാൻ പറ്റുന്നത്. ദെൻ ഇറ്റ് പ്രൊമോട്ട് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സെൽ ഡിവിഷൻ ഏറ്റവും കൂടുതൽ കാണുന്ന അപ്പോൾ എവിടെയായിരിക്കും? എപ്പെക്സിലായിരിക്കും. റൂട്ട് എപ്പെക്സ്, ഷൂട്ട് എപ്പെക്സ്, അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്തു വരുന്ന ഷൂട്ട് ബഡ്സ്, യങ് ഫ്രൂട്ട്സിനകത്തൊക്കെ ആയിരിക്കും പ്രോമിനൻ്റ് ആയിട്ടും എന്ത് കാണുന്നത് ഒരുപാട് സെൽ ഡിവിഷൻ നടക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ പറയുന്ന സൈറ്റോകൈനാണ്. ദെൻ പിന്നെ അവരുടെ ഹെൽപ്പ് എന്ന് പറയുന്നത് ടു പ്രൊഡ്യൂസ് ന്യൂ ലീവ്സ്, പുതിയ ലീവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കുക. ദെൻ ക്ലോറോപ്ലാസ്റ്റ് ഇൻ ലീവ്സിനകത്ത് ക്ലോറോപ്ലാസ്റ്റിൻ ഡെവലപ്പ് ചെയ്യുക. ദെൻ ലാറ്ററൽ ഷൂട്ട് ഗ്രോത്ത് ആൻഡ് അഡ്വൻറ്റീഷ്യസ് ഷൂട്ട്, ലാറ്ററലായിട്ടും അതുപോലെ തന്നെ അഡ്വൻറ്റീഷ്യസ് ഷൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു ഹെൽപ്പ് ടു ഓവർകം എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കറിവേപ്പ് ഇപ്പോൾ നേരെ ഇങ്ങനെ വളർന്നു വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മണ്ട നുള്ളി കൊടുക്കും, അല്ലെങ്കിൽ മുകൾ വശം ഇങ്ങനെ നുള്ളി കൊടുക്കും. ആ നുള്ളി കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? സൈഡിൽ നിന്നും കൂടിയിട്ട് എറൈസ് ചെയ്ത് തരും. സൈഡിൽ നിന്ന് ലാറ്ററൽ ബഡ്സ് എറൈസ് ചെയ്യും. ഈ ലാറ്ററൽ ബഡ്സ് ഈ മുകൾ വശം നമ്മൾ നുള്ളി കൊടുത്തില്ലെങ്കിൽ അതിന് കിളിക്കോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ നേരെ മുകളിലേക്ക് മാത്രം വരുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയും. ഈ എപ്പിക്കൽ ഡോമിനൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഭാഗം നുള്ളി കളഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും? സൈഡിൽ കൂടിയിട്ട് ഇത് എറൈസ് ചെയ്യും. അങ്ങനെ മുകൾ വശം കട്ട് ചെയ്ത് കളയുന്ന പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ സൈഡിൽ കൂടിയിട്ട് ബഡ്സ് എറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് സൈഡിൽ കൂടിയിട്ട് ബഡ്സ് എറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ് ഹെൽപ്സ് ടു ഓവർകം എപ്പിക്കൽ ഡോമിനൻസ്. ദെൻ പിന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ടു പ്രൊമോട്ട് ന്യൂട്രിയൻ മൊബിലൈസേഷൻ. ന്യൂട്രിയൻ മൊബിലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ന്യൂട്രിയൻ മൊബിലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ന്യൂട്രിയൻസിനെയും, പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്ന എല്ലാ ന്യൂട്രിയൻസിനെയും അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും, ലീവ്സ്, സ്റ്റെം, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, അത് ആയിക്കോട്ടെ കുറച്ച് ഓൾഡർ ആയിക്കോട്ടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന സൈറ്റോകൈനിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോൺ. ടു ഡിലേ സെനസൻസിനെ അങ്ങനെ ഹെൽപ്പ് ചെയ്യും. കാരണം എല്ലാ ന്യൂട്രിയൻസും എല്ലായിടത്തും പ്രോപ്പറായിട്ട് എത്തുന്നുണ്ടെങ്കിൽ എന്ത് പറ്റില്ല? സെനസൻസ് ഉണ്ടാവില്ല, പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് നടക്കുമല്ലോ. അതാണ്. ദെൻ നെക്സ്റ്റ് ഈസ് നാച്ചുറൽ സൈറ്റോകൈൻസ്. സൈറ്റോകൈനിനെ കാണുന്ന വേറെ വേറെ ഫോംസിൻ്റെ പേരുകളാണ് ട്രാൻസിയാറ്റിൻ, അതുപോലെ തന്നെ സിസ് സിയാറ്റിൻ, ദെൻ ഐസോപെൻറ്റൈൽ അഡിനിൻ, ഡൈഹൈഡ്രോസിയാറ്റിൻ, ബെൻസൈൽ അഡിനിൻ, കൈനറ്റിൻ. ഇങ്ങനെ ഇത്രയും ഫോമിലാണ് കൈനറ്റിൻ അല്ലെങ്കിൽ സൈറ്റോകൈനിൻ കാണുന്നത്. ഇനി ബാക്ക് ടു ദി ഓപ്ഷൻസ്. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സൈറ്റോകൈനിൻ. സൈറ്റോകൈനിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ഫിനൈൽ അസറ്റിക് ആസിഡ്, ഫോസ്ഫോൺ ഡി, ഡൈഹൈഡ്രോസിയാറ്റിൻ, 2-methoxy, 6-dichlorobenzoic acid. ഇത്രയാണ് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഡൈഹൈഡ്രോസിയാറ്റിൻ ആണ് ഇതിനകത്ത് എന്ത് ഫോം സൈറ്റോകൈനിൻ്റെ ഓൾട്ടർനേറ്റ് അല്ലെങ്കിൽ സൈറ്റോകൈനിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി റെസ്റ്റ് ഓഫ് ദീസ് ആർ ഫിനൈൽ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെർഫ്യൂംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. ദെൻ ഫോസ്ഫോൺ ഡി എന്ന് പറയുന്നത് പ്ലാന്റ് ഗ്രോത്ത് റിട്ടാർഡൻ്റ് ആണ്. അതായത് നമ്മൾ പറയുന്ന സൈറ്റോകൈനിൻ പോലെയുള്ള ഫൈറ്റോ ഹോർമോൺസ് ആർ ആക്ച്വലി പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആണ്. അവർ പ്ലാന്റ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നെങ്കിൽ ഇവിടെ ഫോസ്ഫോൺ ഡി എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിനെ റിട്ടാർഡ് ചെയ്യിപ്പിക്കും. പ്ലാന്റ് ഗ്രോത്തിനെ നിർത്തിപ്പിക്കുന്ന ആൾക്കാരാണ്, അത് ഗ്രോത്ത് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ പ്ലാന്റ് ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യുന്നതിനകത്ത് എക്സാമ്പിളാണ് ഫോസ്ഫോൺ ഡി. ദെൻ ഡി ഓപ്ഷൻ വരുന്നത് 2-methoxy, 3,6-dichlorobenzoic ആസിഡ് ആണ്. ഈ 2,6
2-methoxy-3,6-dichlorobenzoic acid എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ വീഡിസൈഡ്, ഒരു വീഡിസൈഡ് ആണിത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് റുബിസ്കോ കണ്ടെയ്ൻസ് ഡാഷ് അയോൺ. ഏത് അയോഡാണ് ആക്റ്റീവ് സൈറ്റ് ഓഫ് റുബിസ്കോയിൽ ഇരിക്കുന്നത്? മഗ്നീഷ്യം, പൊട്ടാസ്യം, കോപ്പർ, സിങ്ക്. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ്? നമുക്കിപ്പോൾ അറിയേണ്ടത് ആരെയാണ്? റുബിസ്കോ എന്താണെന്ന് നമുക്കറിയണം. ഓക്കെ, റുബിസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫോം എന്താണ്? റൈബുലോസ് 1,5-ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിജനേസ് ഓക്സിജനേസ്. അതായത് ഈ പറയുന്ന എൻസൈം കോംപ്ലക്സിന് 2 റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ പറ്റും. കാർബോക്സിലേഷൻ റിയാക്ഷനും നടത്താൻ പറ്റും, അറ്റ് ദി സെയിം ടൈം ഇവർക്ക് ഓക്സിജനേഷൻ റിയാക്ഷനും കാറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് ഫോട്ടോസിന്തസിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു എൻസൈമാണ്. എൻസൈം എന്ന് പറയുമ്പോൾ എന്താണ്? എൻസൈം ഈസ് ആക്ച്വലി എ പ്രോട്ടീൻ, ഒരു പ്രോട്ടീൻ ആണ്. ഇറ്റ് ക്യാൻ സ്പീഡ് അപ്പ് ദി മെറ്റബോളിസം. ഒന്നെങ്കിൽ മെറ്റബോളിസം സ്പീഡ് അപ്പ് ചെയ്യാൻ പറ്റും, അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷനെ എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡപ്പ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് പ്രോട്ടീൻസ് ആണ് എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോസ്റ്റ് അബണ്ടന്റ് എൻസൈം ഇൻ ദി ബയോസ്ഫിയർ. ബയോസ്ഫിയറിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു എൻസൈം ആണ് റുബിസ്കോ. അല്ലെങ്കിൽ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ബയോസ്ഫിയറിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണുന്ന പ്രോട്ടീനും അപ്പോൾ ആര് തന്നെയാണ്? പ്രോട്ടീനും ആര് തന്നെയാണ്? റുബിസ്കോ തന്നെയാണ്. ദെൻ ആക്റ്റീവ് സൈറ്റ്. ഒരു എൻസൈമിന് 2 സൈറ്റ് ഉണ്ടായിരിക്കും. ഒരു എൻസൈം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന എൻസൈമിന് ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടായിരിക്കും. എപ്പോഴും എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഈ എൻസൈം കോംപ്ലക്സിനകത്തേക്ക് എൻസൈം കോംപ്ലക്സിനകത്തേക്ക് ഇവിടെ ഒരു സൈറ്റ് ഉണ്ടാവും. ഈ സൈറ്റിനെയാണ് ആക്ച്വലി എന്ത് പറയുക? ആക്റ്റീവ് സൈറ്റ്. ഈ ആക്റ്റീവ് സൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് വന്ന് ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുള്ളൂ? പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുള്ളൂ, സബ്സ്ട്രേറ്റ്. ഇങ്ങനെ സബ്സ്ട്രേറ്റ് വന്ന് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ആ ഒരു സൈറ്റിനെ പറയുന്ന പേരാണെന്ത്? ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി റുബിസ്കോയുടെ ആക്റ്റീവ് സൈറ്റിലേക്ക് നോക്കിയാൽ അവിടെ മഗ്നീഷ്യം ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, മഗ്നീഷ്യം ആണ് ആക്റ്റീവ് സൈറ്റിലിരിക്കുന്ന അയോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ നോക്കൂ, ആക്റ്റീവ് സൈറ്റ് ഓഫ് റുബിസ്കോ കണ്ടെയ്ൻസ് ഏതാണ്? മഗ്നീഷ്യം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ C4 epimer of D-glucose is. D-glucose C4 epimer ഇതിനകത്ത് ഏതാണെന്നുള്ളതാണ്? മാനോസ്, അരാബിനോസ്, അലോസ് ആൻഡ് ഗാലക്ടോസ്. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. മാനോസ്, അരാബിനോസ്, അലോസ് ആൻഡ് ഗാലക്ടോസ്. ഇതിനകത്തുനിന്ന് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. നമുക്ക് ഈ 4 ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ആളുണ്ട്, അരാബിനോസ്. ഈ അരാബിനോസ് എന്ന് പറയുന്നത് ആക്ച്വലി 5 കാർബൺ കോമ്പൗണ്ട് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്ഷൻ നമുക്ക് വേണ്ട. ഈ ഓപ്ഷൻ തന്നെ നമുക്ക് എന്താണ്? ഇതിനൊന്ന് എലിമിനേറ്റ് ചെയ്യും. ഇനി കറക്റ്റ് ആൻസർ ഈ 3 എണ്ണത്തിനകത്തുനിന്ന് ആരാണെന്നുള്ളത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കാർബോഹൈഡ്രേറ്റ്, ഒരു കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾ ആണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ബയോ മോളിക്യൂൾ വിച്ച് കണ്ടെയ്ൻ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉള്ള ഒരു ബയോ മോളിക്യൂൾ ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റിനെ മെയിനായിട്ടും അല്ലെങ്കിൽ സാക്കറൈഡ്സിനെ 4 ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ മോണോസാക്കറൈഡ്, സെക്കൻഡ് വൺ ഡൈസാക്കറൈഡ്, തേർഡ് വൺ ഒലിഗോസാക്കറൈഡ് ആൻഡ് ഫോർത്ത് വൺ ഈസ് പോളിസാക്കറൈഡ്. ഇതിനകത്ത് മോണോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഷുഗേഴ്സ് ആണ്. സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ടുള്ളത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഈ പറയുന്ന മോണോസാക്കറൈഡ്സ്. അത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഷുഗേഴ്സ് അല്ലെങ്കിൽ സാക്കറൈഡ്സ് ആണ് മോണോസാക്കറൈഡിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഡൈസാക്കറൈഡ്സ്. ഡൈസാക്കറൈഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്. അതായത് മോണോസാക്കറൈഡ് പോലെ 2 മോണോസാക്കറൈഡ്സ് കമ്പൈൻ ചെയ്തിരിക്കുന്നതിനെയാണ് ഡൈസാക്കറൈഡ് പറയുക. ദെൻ നെക്സ്റ്റ് ഈസ് ഒലിഗോസാക്കറൈഡ്സ്. ഒലിഗോസാക്കറൈഡ്സ് പറഞ്ഞാൽ 2 മുതൽ 10 വരെ എണ്ണത്തിലുള്ള മോണോസാക്കറൈഡ്സ്. 10 മോണോസാക്കറൈഡ്സ് ഒരുമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ 8 മോണോസാക്കറൈഡ്സ് ഒരുമിച്ചിരിക്കുന്നത് ഇതിനൊക്കെ പറയുന്ന പേര് എന്താണ്? ഒലിഗോസാക്കറൈഡ്സ് എന്നാണ്. ഇങ്ങനെ 2 മോണോസാക്കറൈഡ്സ് തമ്മിൽ ഫോം ചെയ്യുന്ന ബോണ്ടിനെ പറയുന്ന പേര് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നാണ്. ഓക്കെ, ഗ്ലൈക്കോസിഡിക് ബോണ്ട്. എക്സാമ്പിൾ വരുന്നത് റാഫിനോസ് ആൻഡ് വെർബക്കോസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഈസ് പോളിസാക്കറൈഡ്സ്. പോളിസാക്കറൈഡ്സ് പറഞ്ഞാൽ ലോങ് ചെയിൻ പോളിമേഴ്സ് ഓഫ് മോണോസാക്കറൈഡ്സ്. മോണോസാക്കറൈഡ്സിന്റെ ലോങ് ചെയിൻ പോളിമേഴ്സിനെയാണ് പോളിസാക്കറൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഇവർ തമ്മിലും ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ത് തന്നെയാണ്? ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ലീനിയർ ആണെങ്കിൽ α14 ലിങ്കേജും, ഇനി ബ്രാഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ α16 ലിങ്കേജും ഗ്ലൈക്കോസിഡിക് ബോണ്ടുമാണ് വരുന്നത്. ഇനി ഇതിനകത്ത് സ്റ്റോർ ചെയ്ത്, അതായത് പോളിസാക്കറൈഡ്സിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റാർച്ചും ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലൈക്കോജനും ഉണ്ട്. ഇത് രണ്ടും
പോളിസാക്കറൈഡ്സിന് എക്സാമ്പിൾ ആണ്. ഇത് രണ്ടും എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മോഡ്സ് ആണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ഗ്ലൂക്കോസ്. Glucose is the simplest sugar having molecular formula C6H12 and O6. Then it's the most abundant monosaccharide. ഏറ്റവും കൂടുതൽ കാണുന്ന മോണോസാക്കറൈഡ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡി ഗ്ലൂക്കോസും എൽ ഗ്ലൂക്കോസും എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് കിടക്കുന്നത് ഡി ഗ്ലൂക്കോസിന്റെ C4 എപ്പിമർ ആരാണെന്നുള്ളതാണ്. ഡി ഗ്ലൂക്കോസ് എൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ദീസ് ആർ ആക്ച്വലി സ്റ്റീരിയോ ഐസോമേഴ്സ് ഹാവിങ് സെയിം കെമിക്കൽ സ്ട്രക്ചർ. കെമിക്കൽ സ്ട്രക്ചർ നോക്കുമ്പോൾ C6H12O6 തന്നെയായിരിക്കും, ബട്ട് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. പക്ഷേ രണ്ടും തമ്മിൽ എന്താണ്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപോലെ ഇരിക്കില്ല, മിറർ ഇമേജ് പോലെ ഇരിക്കും, ബട്ട് ആക്ച്വലി അവരുടെ കെമിക്കൽ ഫോമിൽ എഴുതുമ്പോൾ രണ്ടും സെയിം തന്നെയാണ്. അതാണ് ഡി ഗ്ലൂക്കോസും എൽ ഗ്ലൂക്കോസും. ഇനി ഡി ഗ്ലൂക്കോസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തിവിട്ട് കഴിഞ്ഞാൽ ഇവർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ദെൻ എൽ ഗ്ലൂക്കോസ് ആണെന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേഷൻ നടക്കുക. ദെൻ എപ്പിമേഴ്സ്. എപ്പിമേഴ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ആക്ച്വലി കാർബോഹൈഡ്രേറ്റ്സ്, പക്ഷേ വിച്ച് വേരി ഇൻ വൺ പൊസിഷൻ ഫോർ ദി പ്ലേസ്മെന്റ് ഓഫ് ദി ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ പ്ലേസ്മെന്റിലാണ് ഈ പറയുന്ന ഡിവിഷൻ നടക്കുന്നത് അല്ലെങ്കിൽ വേരിയേഷൻ നടക്കുന്നത്. ഇങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ്സിനെയാണ് ആക്ച്വലി എപ്പിമേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഉണ്ടായിരുന്നത് മാനോസ്, അരാബിനോസ്, അലോസ്, ഗാലക്ടോസ്. ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞു അരാബിനോസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് എലിമിനേറ്റ് ചെയ്യിക്കാം, കാരണം ഇറ്റ്സ് എ 5 കാർബൺ കോമ്പൗണ്ട്. ഓക്കെ, റെസ്റ്റ് ഓഫ് 3 ആർ മാനോസ്, അലോസ് ആൻഡ് ഗാലക്ടോസ്. ഇതിനകത്ത് മാനോസ് എന്ന് പറയുന്നത് 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഗ്ലൂക്കോസിന്റെ C2 എപ്പിമർ ആണ്. അതായത് ഇങ്ങനെ സീരീസ് ആയിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് 2nd കാർബണിലായിരിക്കും ഈ പറയുന്ന എപ്പിമറൈസേഷൻ നടക്കുന്നത്. ഓക്കെ, എപ്പിമർ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് അലോസ്. അലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 കാർബൺ കോമ്പൗണ്ട് തന്നെയാണ്. ഇവർ C3 എപ്പിമർ ആണ്. അതായത് ഈ പറയുന്ന 3rd കാർബണിലായിരിക്കും എന്ത് നടക്കുക? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ ചേഞ്ച് ഉണ്ടാവുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഗാലക്ടോസ്. ഗാലക്ടോസ് പറഞ്ഞു കഴിഞ്ഞാൽ C4 എപ്പിമർ ആണ്. അതായത് 4th എന്ത് നടക്കുന്നത്? എപ്പിമറൈസേഷൻ പ്രോസസ് നടക്കുന്നത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ക്വസ്റ്റ്യൻ. C4 എപ്പിമർ ഓഫ് ഡി ഗ്ലൂക്കോസ് ഈസ് അപ്പോൾ എന്താണ്? ഗാലക്ടോസ് ആണ്. കാരണം ഇതാണ് C4 എപ്പിമർ. മാനോസ് പറഞ്ഞാൽ C2 എപ്പിമറും അലോസ് പറഞ്ഞു കഴിഞ്ഞാൽ C3 എപ്പിമറും ആണ്. ദെൻ വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ മോളിബ്ഡിനം റിക്വയറിംഗ് എൻസൈം. താഴെ കൊടുത്തിരിക്കുന്ന എൻസൈംസിൽ ഏതാണ് മോളിബ്ഡിനം റിക്വയറിംഗ് ആയിട്ടുള്ള എൻസൈം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ യൂറേസ്, സൈറ്റോക്രോം ഓക്സിഡേസ്, ഡൈനൈട്രോജനേസ് ആൻഡ് പൈറുവേറ്റ് കൈനേസ്. ഫസ്റ്റ് വൺ ഈസ് യൂറേസ്. യൂറേസ് എന്ന് പറയുന്ന എൻസൈം ഈസ് എ നിക്കൽ റിക്വയർഡ് ആയിട്ടുള്ള ഒരു എൻസൈം ആണ്. നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിന്റെ മെറ്റബോളിസം നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് യൂറേസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? നിക്കലാണ് റിക്വയർഡ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഈസ് സൈറ്റോക്രോം ഓക്സിഡേസ്, അതല്ലെങ്കിൽ കോംപ്ലക്സ് 4 എന്ന് പറയും. കോംപ്ലക്സ് 4 എവിടെയുള്ളതാണ്? റെസ്പിറേഷൻ്റെ അകത്തുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനകത്ത് വരുന്ന മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ ഇരിക്കുന്ന ഒരു എൻസൈം കോംപ്ലക്സ് ആണ് ആക്ച്വലി സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എൻസൈം ഈസ് ഡൈനൈട്രോജനേസ്. ഡൈനൈട്രോജനേസ് എന്ന് പറയുന്നത് ഒരു 2 കോമ്പണന്റ് മെറ്റലോ പ്രോട്ടീൻ ആണ്. 2 മെറ്റലോ പ്രോട്ടീൻ ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ ഈസ് Fe പ്രോട്ടീൻ അല്ലെങ്കിൽ അയൺ പ്രോട്ടീൻ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് MoFe പ്രോട്ടീൻ അല്ലെങ്കിൽ മോളിബ്ഡിനം അയൺ പ്രോട്ടീൻ. ഓക്കെ, ഇൻവോൾവ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. ഇത് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നു. ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെയൊക്കെയും മെറ്റബോളൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈമാണ് യൂറേസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് എൻസൈം ഈസ് പൈറുവേറ്റ് കൈനേസ്. പൈറുവേറ്റ് കൈനേസ് ഈസ് ഇൻവോൾവ് ഇൻ ഗ്ലൈക്കോലൈസിസ്. ഗ്ലൈക്കോലൈസിസിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള എൻസൈമാണ് പൈറുവേറ്റ് കൈനേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്പ്ലിറ്റിംഗ് ഓഫ് ഷുഗർ ആണ് എന്ത് ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസ്റ്റിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ മോളിബ്ഡിനം റിക്വയറിംഗ് എൻസൈം. മോളിബ്ഡിനം റിക്വയറിംഗ് ആയിട്ടുള്ള എൻസൈം അപ്പോൾ ഏതാണ്? യൂറേസിനകത്ത് വേണ്ടത് നിക്കലാണ്. ദെൻ സൈറ്റോക്രോം ഓക്സിഡേസിനകത്ത് പ്രത്യേകിച്ച് ഒന്നിൻ്റെ ആവശ്യം പറഞ്ഞിട്ടില്ല. ദെൻ ഡൈനൈട്രോജനേസ് എന്ന് പറയുന്നതിനകത്ത് ഒരു അയൺ പ്രോട്ടീനും പിന്നെ ഉള്ളത് ഒരു മോളിബ്ഡിനം അയൺ പ്രോട്ടീനും ആണ്. അപ്പോൾ ഇവിടെ മോളിബ്ഡിനം റിക്വയറിംഗ് ആയിട്ടിരിക്കുന്നത് ഡൈനൈട്രോജനേസ് ആണ്. ദെൻ പൈറുവേറ്റ് കൈനേസ് പറഞ്ഞത് സൈറ്റോപ്ലാസ്റ്റിലുള്ള ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ പോളിമറൈസേഷൻ ഏജന്റ് ഇൻ പേജ്. പേജിനകത്തെ പോളിമറൈസേഷൻ ഏജന്റ് ആരാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പേജ്. പേജ് എന്താണെന്ന് നോക്കാം. പോളി അക്ലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസിനെ
ഷോർട്ട് ഫോം ആണ് ആക്ച്വലി പേജ് എന്ന് പറയുന്നത്. Then used to separate macromolecules, usually proteins or nucleic acids, according to their electrophoretic mobility. അവരുടെ electrophoretic mobility നോക്കിയിട്ട് മാക്രോമോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മാക്രോമോളിക്യൂൾസ് ഒന്നെങ്കിൽ അത് പ്രോട്ടീൻ ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ അതൊരു ന്യൂക്ലിക് ആസിഡ് ആയിരിക്കാം. ഈ രണ്ട് മാക്രോമോളിക്യൂളിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ആക്ച്വലി പേജ് എന്ന് പറയുന്നത്. ദെൻ ഇത് ബേസ് ചെയ്തിരിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പേജ് എന്ന് പറയുന്നത് ടു സെപ്പറേറ്റ് അനലൈറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നു ബൈ പാസിംഗ് ദം ത്രൂ ദി പോഴ്സ് ഓഫ് എ പോളി അക്രിലമേറ്റ് ജെൽ. ഒരു പോളി അക്രിലമേറ്റ് ജെല്ലിൻ്റെ അകത്ത് കൂടിയിട്ട് ഈ പറയുന്ന അല്ലെങ്കിൽ അതിനകത്തുള്ള പോഴ്സിനകത്ത് കൂടിയിട്ട് അനലൈറ്റിനെ പാസ് ചെയ്യിപ്പിക്കുന്നു ബൈ യൂസിങ് ആൻ ഇലക്ട്രിക് കറണ്ട്. ഒരു ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ പാസ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഈ പറഞ്ഞ SDS പേജെങ്കിൽ ഇവിടെ ചാർജ് ഉണ്ടായിരിക്കും. ഒരിടത്ത് പോസിറ്റീവ് ചാർജും മറ്റിടത്ത് നെഗറ്റീവ് ചാർജും ആയിരിക്കും. ഇവിടെ വെൽസ് ഉണ്ടാവും. ഈ വെൽസിനകത്തേക്കാണ് നമ്മൾ സാമ്പിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എല്ലാം ഈ ഇതിനകത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്ന പോർഷനിലാണ് ഈ പറയുന്ന ജെൽ വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ പോളി അക്രിലമേറ്റ് ജെൽ. ഈ ജെല്ലിൻ്റെ അകത്ത് കൂടിയിട്ട് ഈ പറയുന്ന അനലൈറ്റ് മൂവ് ചെയ്യും. ചിലത് മൂവ് ചെയ്ത് ഇങ്ങനെ നെഗറ്റീവ് സൈഡ് വരെ വരും, പക്ഷെ ചിലതൊക്കെ ഇവിടെ ട്രാപ്പ് ആവും. ട്രാപ്പ് ആവുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി പോളി അക്രിലമേറ്റ് ജെൽ തന്നെ യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പോറോസിറ്റിയാണ്. അതായത് ഇതിനകത്ത് പോഴ്സ് ഉണ്ടായിരിക്കും. ഈ പോഴ്സ് തന്നെ പല വലിപ്പത്തിലുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ മറ്റേ പൊടിയൊക്കെ ഇടയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇടച്ചിലുണ്ടല്ലോ, അതിനകത്ത് 3 സൈസിലാവില്ലേ ഈ പറയുന്ന സീവ്സ് വരുന്നത്. അതുപോലെ ചിലതിനകത്ത് നമ്മൾ ഇടയുമ്പോൾ വലിയ തരികളുണ്ടായിരിക്കും, കുറേ പൊടി വരും. ആ പൊടി നമ്മൾ പിന്നെ വേറെ ഇതിനകത്തിട്ട് ഇടയുമ്പോഴോ പിന്നെയും കുറച്ച് പൊടി റിമെയിൻ ചെയ്യും, കുറച്ച് ഭാഗത്ത് തരികളും ഉണ്ടാവും. പിന്നെയും അതിനെ ഇടഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് തരീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നെയും കുറേ പൊടികളും ബാക്കി ഉണ്ടാവും. അപ്പോൾ എല്ലായിടത്തും എന്ത് വരുന്നുണ്ട്, കുറേ തരികൾ ഇങ്ങനെ ബാക്കി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ഇടച്ചിലിനകത്തും കുറച്ച് ഭാഗം റിമെയിൻ ചെയ്യുന്നുണ്ട്. ഈ റിമെയിൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെച്ചിരിക്കുന്ന സീവിനെക്കാട്ടിലും കുറച്ച് വലുതായതുകൊണ്ടാണ് അതവിടെ ട്രാപ്പ് ചെയ്തത്. ഇനി കുറച്ച് ഇങ്ങനെ ഇടഞ്ഞു പോയത് എന്തുകൊണ്ടാണ്, ആ സീവിനെക്കാട്ടിലും ചെറുതായതുകൊണ്ടാണ്. മോളിക്കുലർ വെയിറ്റും കുറവാണ്, സൈസും കുറവാണ്. ഇനി ആ സൈസ് കുറഞ്ഞതിനെ അടുത്തതിനകത്ത് വെക്കുമ്പോഴോ അവിടെയും കുറച്ച് പേര് ട്രാപ്പ് ചെയ്യും, കുറച്ച് പേരെ സീവ് ചെയ്ത് താഴെ വരും. എഗെയിൻ ആ സീവ് ചെയ്ത് വന്നതിനെ പിന്നെയും ഒന്നും കൂടി സീവ് ചെയ്ത് കഴിഞ്ഞാലോ എഗെയിൻ എന്ത് ചെയ്യും, കുറേ പേര് ട്രാപ്പ് ചെയ്യും, പിന്നെയും കുറച്ച് പേരെ ഇടയും. കാരണം ഈ പറയുന്ന 3 ഇടച്ചിലിനകത്തും ഇരിക്കുന്നത് സീവ്സ് ചെറുതാണ്. ഒരെണ്ണം വലുതായിരിക്കും, അടുത്തത് അതിൻ്റെ ചെറുതായിരിക്കും, ഏറ്റവും താഴത്തത് ഏറ്റവും ചെറുതായിരിക്കും. അപ്പോൾ ഈ 3 ഇടത്തും കുറേ പേര് ട്രാപ്പ് ആവുന്നത് പോലെ ഈ പറയുന്ന അഗ്രോസ് ജെൽ അല്ലെങ്കിൽ പോളി അക്രിലമേറ്റ് ജെൽ ഇലക്ട്രോഫോറസിന്റെ അകത്ത് നടക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നതും സിംപ്ലി ഇത് തന്നെയാണ്. അതായത് ആദ്യമേ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പോറായിരിക്കും, പിന്നെ വരുമ്പോൾ പോറിൻ്റെ സൈസ് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ട്രാപ്പ് ആവും. സൈസിലും വലുതും മോളിക്കുലർ വെയിറ്റും കൂടുതലുള്ള ആൾക്കാരെല്ലാം ഇവിടെ ട്രാപ്പ് ചെയ്യും. ദെൻ പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ചെറിയ ആൾക്കാർ മാത്രമായിരിക്കും പാസ് ചെയ്ത് പോവുക. ഏറ്റവും കുഞ്ഞായിട്ടുള്ള ആളായിരിക്കും എവിടെ വരിക, ഏറ്റവും അറ്റത്ത് ട്രാപ്പ് ചെയ്യപ്പെടുക. അപ്പോൾ നമുക്ക് മോളിക്കുലർ വെയിറ്റ് അനുസരിച്ചും സൈസ് അനുസരിച്ചും ഡിവിഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആക്ച്വലി പേജ് എന്ന് പറയുന്നത്. പോൾ സൈസ്. ഈ പേജിനകത്ത് എന്തുകൊണ്ടാണ് പോളി അക്രിലമേറ്റ് ജെല്ല് തന്നെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളി അക്രിലമേറ്റ് യൂസ് ചെയ്യാൻ കാരണം അതിൻ്റെ സ്മോളർ പോൾ സൈസ് വളരെ ചെറുതായതുകൊണ്ട് മെജോറിറ്റി ഓഫ് ദി പ്രോട്ടീനും അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ന്യൂക്ലിക് ആസിഡും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ബേസ്ഡ് ഓൺ ദെയർ സൈസ് ആൻഡ് മോളിക്കുലർ വെയിറ്റ്. സൈസും മോളിക്കുലർ വെയിറ്റും വെച്ചിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായതുകൊണ്ടാണ് പോളി അക്രിലമേറ്റ് തന്നെ യൂസ് ചെയ്യുന്നത്. Okay, then polymerization of page is catalyzed by ammonium persulfate or potassium persulfate and tetramethyl ethylene diamine. ഈ പറയുന്ന 3 ആൾക്കാരാണ് പോളിമറൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അമോണിയം പെർസൾഫേറ്റ്, അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർസൾഫേറ്റ് ഓർ ഈ പറയുന്ന 2 എണ്ണത്തിന്റെ കൂട്ടത്തിൽ ടെട്രാമെഥൈൽ എഥിലിൻ ഡൈ അമീനും കൂടിയിട്ട് വരുമ്പോഴാണ് പോളിമറൈസേഷൻ, അതായത് അക്രിലമൈഡിന്റെ പോളിമറൈസേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കാറ്റലൈസ് ചെയ്യുന്നത് APS അല്ലെങ്കിൽ അമോണിയം പെർസൾഫേറ്റ് ഓർ പൊട്ടാസ്യം പെർസൾഫേറ്റ് ആൻഡ് ടെട്രാമെഥൈൽ എഥിലിൻ ഡയമീൻ. അപ്പോൾ നോക്കൂ, വിച്ച് among the following is used for the polymerization agent in page. പേജിനകത്തെ പോളിമറൈസേഷൻ ഏജന്റ് ആരാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ അമോണിയം പെർസൾഫേറ്റ്, സെക്കൻഡ് വൺ സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ് ഓർ SDS,
Third one is mercaptoethanol. Then sodium hydroxide. ഇതിനകത്ത് അമോണിയം പെർസൾഫേറ്റ് ആണ് എന്ത് അല്ലെങ്കിൽ APS. ഇതാണ് എന്ത് ചെയ്യുന്നത് കാറ്റലൈസേഷൻ അല്ലെങ്കിൽ പോളിമറൈസേഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ഇൻ പേജ്. ദെൻ നെക്സ്റ്റ് ഈസ് സ്മോളസ്റ്റ് ജീനോം സൈസ് ഈസ് സീൻ ഇൻ. ഏറ്റവും ചെറിയ ജീനോം കാണുന്നത് എവിടെ? ഈക്കോളൈ, ഹെലിക്കോബാക്ടർ പൈലോറി, കാഴ്സലോണ റെഡെ, സക്കരോമൈസസ് സർവീസി. ഇതിലേതാണ് ഏറ്റവും സ്മോളസ്റ്റ് ജീനോം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദെൻ ഓരോന്നിൻ്റെയും മോളിക്കുലർ വെയിറ്റ്, അതായത് ജീനോം സൈസ് ആണ് എഴുതിയിരിക്കുന്നത്. ഈക്കോളൈ പറഞ്ഞാൽ 4.5 MB, ഹെലിക്കോബാക്ടർ പൈലോറി പറഞ്ഞാൽ 1.6 MB, ദെൻ കാഴ്സലോണ റെഡി പറഞ്ഞാൽ 1,73,904 ബേസ് പെയേഴ്സ്, സക്കരോമൈസസ് സർവീസിയ പറഞ്ഞാൽ 12 MB. നോക്കൂ, ഇവിടെ ഇത് മാത്രമാണ് ബേസ് പെയേഴ്സ് പറഞ്ഞിരിക്കുന്നത്, ബാക്കിയെല്ലാം MB ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 10 lakh എബോവ് ആയിട്ട് വരുന്ന ബേസ് പെയേഴ്സ് ഉള്ള ഓർഗാനിസംസ് ആണ് ഈക്കോളൈ, ഹെലിക്കോബാക്ടർ പൈലോറി, സക്കരോമൈസസ് സർവീസി എല്ലാം തന്നെ. പക്ഷേ കാഴ്സലോണ റെഡി പറഞ്ഞു കഴിഞ്ഞാൽ 1,73,904 ബേസ് പെയേഴ്സ് മാത്രം ഉള്ള ഒരു ഓർഗാനിസമാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ജീനോം സൈസുള്ള ഓർഗാനിസം. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് കറക്റ്റ്ലി. മാച്ച് ദി ഫോളോയിങ്. സെറ്റ് എയിൽ കുറച്ച് ടോക്സിൻസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, സെറ്റ് ബിയിൽ കുറച്ച് ഓർഗാനിസത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സെറ്റ് എയിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഈസ് ഫ്യൂമോനിസിൻ, നെക്സ്റ്റ് ഈസ് അഫ്ലാടോക്സിൻ, ദെൻ എർഗോടോക്സിൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മഷ്റൂം ടോക്സിൻ. ആൻഡ് സെറ്റ് ബിയിൽ കൊടുത്തിരിക്കുന്നത് അസ്പെർജില്ലസ് ഫ്ലേവസ്, ആക്ച്വലി ഇറ്റ്സ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, ഫ്ലേവേഴ്സ്, ദെൻ ക്ലാവിസിബ്സ് പുർപ്രിയ, അമാനിറ്റ ഫലോയിഡ്സ് ആൻഡ് ഫ്യൂസേരിയം വെർട്ടിസിലിയോയിഡ്സ്. ഓക്കെ, ദെൻ ഈ മാച്ച് ദി ഫോളോയിങ് ചെയ്തിട്ട് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെയും നമുക്ക് കൊടുത്തിരിക്കുന്ന ഓർഗാനിസംസ് എല്ലാം തന്നെയും ഫംഗസ് ആണ്. ഓക്കെ, അപ്പോൾ ഫംഗസിന്റെ ടോക്സിൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫംഗൽ ടോക്സിൻസിനെ വിളിക്കുന്നത് മൈക്കോടോക്സിൻസ് എന്നാണ്. മൈക്കോടോക്സിൻസ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആർ മൈക്കോടോക്സിൻസ്. ഇനി നമുക്കിതിനകത്ത് അറിയാവുന്ന 1-2 പേരുണ്ട്. അതായത് അഫ്ലാടോക്സിൻ എന്ന് പറയുന്ന സാധനം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, അഫ്ലാടോക്സിൻ കോസ് ചെയ്യുന്നത് അസ്പെർജില്ലസ് ഫ്ലേവസും അതുപോലെ തന്നെ അസ്പെർജില്ലസ് പാരസൈറ്റിക്കസും ആണ്. നമ്മുടെ ഓപ്ഷനകത്ത് എന്തുണ്ട്? അസ്പെർജില്ലസ് ഫ്ലേവസ് ഉണ്ട്. ദെൻ എർഗോടോക്സിൻ. എർഗോടോക്സിൻ എന്ന് പറയുന്നത് ഫംഗസ് വെച്ചിട്ട് കണ്ടാമിനേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഫുഡിനകത്തും വരുന്ന ഒരു ടോക്സിൻ ആണ് എർഗോടോക്സിൻ. ഇത് കോസ് ചെയ്യുന്നത് ക്ലാവിസിബ്സ് പുർപ്രിയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മഷ്റൂം ടോക്സിൻ. മഷ്റൂം ടോക്സിൻ എന്ന് പറയുന്നത് ചില മഷ്റൂം ജീനസ് അവരാണ് ഇത് കോസ് ചെയ്യുന്നത്. അമാനിറ്റ, അതുപോലെ തന്നെ ചില സ്പീഷീസ്, അമാനിറ്റയുടെ എല്ലാ സ്പീഷീസും എന്ത് കോസ് ചെയ്യും? മഷ്റൂം ടോക്സിൻസ് ഉണ്ടാക്കും. ബട്ട് ചില സ്പീഷീസ് മാത്രം കോസ് ചെയ്യുന്നത് ഗലേറിയയുടെയും അതുപോലെ തന്നെ ലെപ്പോയിറ്റയുടെയും ചില സ്പീഷീസ് മാത്രം ഈ പറയുന്ന മഷ്റൂം ടോക്സിൻസിന് ഡെവലപ്പ് ചെയ്യും. ദെൻ ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത് ഫ്യൂമോനിസിനാണ്. ഡിറൈവ്ഡ് ഫ്രം ഫ്യൂസേറിയം. ഫ്യൂസേറിയം എന്ന് പറയുന്ന ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്ന ടോക്സിനാണ് ഫ്യൂമോനിസിൻ. ദെൻ നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. നോക്കൂ, ഫ്യൂമോനിസിൻ ഉണ്ടാക്കുന്നത് ഫ്യൂസേറിയം. അപ്പം എയുടെ ആൻസർ ഏതാണ്? 4 ആണ്. A4 വരുന്ന 2 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്, ബിയും ഡിയും. ദെൻ നെക്സ്റ്റ് വൺ അഫ്ലാടോക്സിൻ. അഫ്ലാടോക്സിൻ ഉണ്ടാക്കുന്നത് ആരാണെന്ന് പറഞ്ഞത്? അഫ്ലാടോക്സിൻ ഉണ്ടാക്കുന്നത് ആരാണ്? അസ്പെർജില്ലസ് ഫ്ലേവസ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് എന്തുണ്ട്? അസ്പെർജില്ലസ് ഫ്ലേവസ് ഉണ്ട്. അപ്പോൾ ബിയുടെ ആൻസർ വരുന്നത് ഏതാണ്? 1 ആണ്. അപ്പോൾ A4 ഉണ്ട്, B1 ഒരെണ്ണത്തിനകത്ത് B3. അപ്പോൾ ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ അപ്പോൾ എന്താണ്? ബി. റിമൈനിങ് കൂടി നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. ദെൻ എർഗോടോക്സിൻ. എർഗോടോക്സിൻ കോസ് ചെയ്യുന്നത് ഫ്യൂസേറിയം സ്പീഷീസ് ആണെന്നാണ് പറഞ്ഞത്. ഫ്യൂസേറിയം വെർട്ടിക്കോലോയിസ് ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് മഷ്റൂം ടോക്സിൻ. മഷ്റൂം ടോക്സിൻ ഉണ്ടാക്കുന്നത് അമാനിറ്റയുടെ എല്ലാ സ്പീഷീസും എന്ത് കോസ് ചെയ്യും എന്ന് പറഞ്ഞു? മഷ്റൂം ടോക്സിൻ ഉണ്ടാക്കും. ദെൻ ഡിയുടെ ആൻസർ 3 ആണ്. ദെൻ അതുപോലെ തന്നെ സിയുടെ ആൻസർ വരുന്നത് 2 ആണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദി റോങ് സ്റ്റേറ്റ്മെന്റ്. റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ക്ലാം കണക്ഷൻസ് ആർ സീൻ ഇൻ ബെസിഡിയോമൈക്കോട്ട. ബെസിഡിയോമൈക്കോട്ടയിൽ ക്ലാം കണക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡോലിപോൾ സെപ്റ്റം ഈസ് പ്രസന്റ് ഇൻ ബെസിഡിയോമൈക്കോട്ട. ബെസിഡിയോമൈക്കോട്ടയിൽ ഡോലിപോൾ സെപ്റ്റം കാണുന്നുണ്ട്. ദെൻ ഫെയറി റിംഗ്സ് ആർ ഫോംഡ് ബൈ അഗാരിക്കസ്. അഗാരിക്കസ് ഫെയറി റിംഗ്സ് ഫോം ചെയ്യുന്നു. ദെൻ ജിനസ് പൈലോബോലോസ് ബിലോങ്സ് ടു ആസ്കോമൈക്കോട്ട.
ആസ്കോമൈക്കോട്ടയിൽ ബിലോങ് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ് ജീനസ് പൈലോബോലസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് ബെസിഡിയോമൈക്കോട്ടയാണ്. ബെസിഡിയോമൈസിഡ്സിനകത്ത് വരുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. പ്രസൻസ് ഓഫ് ഫിലമെന്റസ് ഹൈഫേ എന്ന് പറയുന്നത് എപ്പോഴും ഫിലമെന്റസ് ആയിരിക്കും. ദെൻ സ്പോർ ഡെവലപ്മെന്റ് ഇൻ ബെസിഡിയ. ഇവിടുത്തെ സ്പോർസ് എന്ന് പറയുന്നത് ബെസിഡിയോ സ്പോർസ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഇൻസൈഡ് ബെസിഡിയ ആണ്. കോമൺലി കോൾഡ് ക്ലബ് ഫംജൈ. ബെസിഡിയോമൈസിഡ്സിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ക്ലബ് ഫംജൈ. Then it possess a well developed branched and septate mycelium. ഇവർ പൊസസ് ചെയ്യുന്നത് നല്ലോണം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സെപ്റ്റുള്ള മൈസീലിയത്തിനെയാണ് ഈ പറയുന്ന ബെസിഡിയോമൈസിഡ്സ് എല്ലാം തന്നെയും പൊസസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഹാസ് എ ഡൈക്കാരിയോൺ സ്റ്റേജ്. ഡൈക്കാരിയോൺ സ്റ്റേജ് പറഞ്ഞാൽ സിംഗിൾ സെൽ വിത്ത് 2 ന്യൂക്ലിയസ്, 2 ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഇതൊരു പ്രോമിനന്റ് ഫേസ് ആണ് ഇൻ ബെസിഡിയോമൈസിഡ്സ്. Then basidiosspores are produced exogenously. എക്സോജീനസ് ആയിട്ടായിരിക്കും ബെസിഡിയോസ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക. ദെൻ ഏറ്റവും പ്രത്യേകപ്പെട്ട അല്ലെന്നുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ക്ലാം കണക്ഷൻസും അതുപോലെ തന്നെ ഡോലിപ്പോസിസ്റ്റവും ബെസിഡിയോമൈസിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ഫൈൻഡ് ഔട്ട് ദി റോങ് സ്റ്റേറ്റ്മെന്റ്. എപ്പോഴും ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ കാണുമ്പോൾ തന്നെ ഇതെനിക്കറിയാമെന്ന് കരുതിയിട്ട് ആദ്യം തന്നെ ആക്കരുത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം, വിച്ച് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കാം. നോട്ട് ട്രൂ, അതായത് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏത്, ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് മാത്രം കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ബബിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത് നോട്ട് ട്രൂ അല്ലെങ്കിൽ നോട്ട് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് വൈസ് വരുന്ന ക്വസ്റ്റ്യനകത്ത്. Then pick out the wrong statement. അപ്പോൾ clamp connections are seen in basidiomycota. ഇതെന്താണ് ശരി ഉത്തരമാണ്. Then ഡോലിപ്പോൾ സെപ്റ്റം ഈസ് പ്രസന്റ് ഇൻ ബെസിഡിയോമൈക്കോട്ട. ബെസിഡിയോമൈക്കോട്ടയിൽ എന്തുകൊണ്ട് ഡോലിപ്പോൾ സെപ്റ്റം ഉണ്ട്. Then next is fairy rings. Fairy rings are formed by agaricus. അഗാരിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷ്റൂം പോലെ ഇരിക്കുന്ന ഒരു സാധനം. അവര് ഇപ്പോൾ ഒരു റിങ്, ഈ റിങ്ങിൻ്റെ അകത്തൊന്നുമില്ല, ഈ റിങ്ങിന് അത് ഇൻബിറ്റ്വീനായിട്ടും ഒന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ ഗ്യാപ്പിട്ട് ഇതിൻ്റെ ഇടയിലെല്ലാം തന്നെയും ഈ പറയുന്ന അഗാരിക്കസ് എന്ന് പറയുന്ന മഷ്റൂം ഗ്രോ ചെയ്തിട്ട് ഒരു സർക്കിൾ പോലെ ഡെവലപ്പ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഒരു റിങ് പോലെ നിൽക്കുന്ന ഫോമിനെ പറയുന്ന പേരാണ് ഫെയറി റിങ്സ് എന്ന് പറയുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റും, ഫിഗേഴ്സ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, ഒരു റിങ് പോലെ അഗാരിക്കസ് ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചറിനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത് ഫെയറി റിങ്സ്. ഇതിന്റെ നടുക്കായിട്ടും ഈ പറയുന്ന അഗാരിക്കസ് വളരില്ല, ഇതിന് പുറത്തും വളരില്ല, പകരം ഇത് കറക്റ്റ് ഒരു റൗണ്ട് വെച്ചതുപോലെ ആയിരിക്കും നിൽക്കുക. ഒരു ഭയങ്കര രസമുള്ളൊരു ഫോട്ടോയാണത്, ഗൂഗിൾ ചെയ്ത് നോക്കി കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഈസ് ജീനസ് പൈലോബോലോസ്. പൈലോബോലോസ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു സൈഗോമൈസിഡ്സ് എന്നാണ്, ആസ്കോമൈസിഡ്സ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ആക്ച്വലി ഇറ്റ് ബിലോങ്സ് ടു ഡിവിഷൻ മ്യൂക്കറോമൈക്കോട്ട. മ്യൂക്കറോമൈക്കോട്ടയിൽ വരുന്ന ഒരു ജീനസ് ആണ് പൈലോബോലസ് എന്ന് പറയുന്നത്. ബിലോങ്സ് ടു ക്ലാസ് സൈഗോമൈസിഡ്സ്. ഓക്കെ, ഇനി നോക്കൂ, പിക്ക് ഔട്ട് ദി റോങ് സ്റ്റേറ്റ്മെന്റ്. ഫെയറി റിങ്സ് ആർ ഫോംഡ് ബൈ അഗാരിക്കസ്. അതും ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Then genus Pylobolus belongs to Ascomycota. Ascomycotയിൽ ബിലോങ് ചെയ്യുന്ന ഒരു ജീനസ് ആണ് പൈലോബോലസ് അല്ല, പകരം അതിരിക്കുന്നത് എവിടെയാണ് മ്യൂക്കറോമൈക്കോട്ടയിലാണ്. അപ്പോൾ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ലൈക്കൻസ്. ലൈക്കനെ കുറിച്ച് പറയുമ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റ് വൺ ഈസ് ക്ലാഡോണിയ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഫോളിയോസ് ലൈക്കൻ. ഫോളിയോസ് ലൈക്കൻ ഒരു എക്സാമ്പിൾ ആണ് ക്ലാഡോണിയ. ദെൻ ഇസിഡിയ ഈസ് എൻ അസെക്ച്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഇസിഡിയ ആണ് ഇതിന്റെ അസെക്ച്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ദെൻ സോറേഡിയ എന്ന് പറയുന്നത് ഇതിന്റെ സെക്ച്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. ദെൻ സയാനോഫൈക്കോഫിലസ് ലൈക്കൻ ഹാസ് ഗ്രീൻ ആൽഗെ ആസ് ഫൈക്കോബയോണ്ട്. സയാനോഫൈക്കോഫിലസ് എന്ന് പറയുന്ന ലൈക്കന്റെ ഫൈക്കോബയോണ്ട് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ആൽഗയാണ്. ഇത്രയുമാണ് ഇത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഇതിനകത്തുനിന്ന് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് വൺ നമുക്ക് ലൈക്കൻ എന്താണെന്ന് നോക്കാം. ലൈക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൻ ആൽഗെ ആൻഡ് എ ഫഞ്ചൈ. ഒരു ആൽഗയുടെയും ഫഞ്ചൈയുടെയും സിംബയോട്ടിക് അസോസിയേഷൻ. സിംബയോട്ടിക് മീൻസ് മ്യൂച്വൽ ആയിട്ട് ഗിവ് ആൻഡ് ടേക്ക് പോളിസി നടത്തുന്നുണ്ട് അവർ തമ്മിൽ.
അതായത് ഒരാൾ അങ്ങോട്ട്, അതായത് നമ്മുടെ ഫഞ്ചൈ പറഞ്ഞു കഴിഞ്ഞാൽ ഫഞ്ചൈ ഇവിടെ വാട്ടറും മിനറൽസും എല്ലാം അബ്സോർബ് ചെയ്തിട്ട് ആൽഗയ്ക്ക് കൊടുക്കും. ആൽഗ എന്താണ്? ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഇത് ലൈക്കൻ്റെ അകത്തിരിക്കുന്ന ആൽഗ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സയനോഫൈസിൻ മെമ്പേഴ്സ് ആയിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആൽഗയിൽപ്പെട്ട ആൾക്കാരായിരിക്കും. ഇവർ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആയതുകൊണ്ട് ഈ പറയുന്ന ഫഞ്ചൈ കൊടുക്കുന്ന വാട്ടർ ആൻഡ് മിനറൽസിനെ അബ്സോർബ് ചെയ്തിട്ട് ആൽഗയെ ഫോട്ടോസിന്തേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫോട്ടോസിന്തറ്റിനെ ആയിരിക്കും ഫഞ്ചൈക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫഞ്ചൈയുടെ ഫുഡ് എന്ന് പറയുന്നത്. ദെൻ ഇവിടുത്തെ ഫൈക്കോബയോണ്ട് എന്ന് പറയുന്നത് മെമ്പർ ഓഫ് സയനോഫൈസി അല്ലെങ്കിൽ ക്ലോറോഫൈസി ആണ്. ദെൻ മൈക്കോബയോണ്ട് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആസ്കോമൈസിഡ്സ് ഓർ സംടൈംസ് ബെസിഡിയോമൈസിഡ്സ്. ജനറലി വരുന്നത് ആസ്കോമൈസിഡ്സിലെ മെമ്പേഴ്സ് ആണ് മൈക്കോബയോണ്ട് വരിക. ദെൻ ഓൺ ദി ബേസിസ് ഓഫ് താലസ് സ്ട്രക്ചറിന്റെ ബേസിൽ ഇതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിച്ചിട്ടുണ്ട്. ക്രസ്റ്റോസ് ലൈക്കൻ, സ്ക്വാമലസ് ലൈക്കൻ, ഫോളിയോസ് ലൈക്കൻ ആൻഡ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻ. ക്രസ്റ്റോസ് ലൈക്കൻ എക്സാമ്പിൾ വരുന്നത് ഗ്രാഫിസ് ആൻഡ് റൈസോകാർപ്പൺ. ദെൻ സ്ക്വാമലസ് ലൈക്കൻ എക്സാമ്പിൾ വരുന്നത് ക്ലാഡോണിയ. ദെൻ ഫോളിയോസ് ലൈക്കൻ എക്സാമ്പിൾ വരുന്നത് പാർമീലിയ, സാന്തോറിയ ആൻഡ് പെൽറ്റിഗറ. ദെൻ ഫ്രൂട്ടിക്കോസ് ലൈക്കൻ എക്സാമ്പിൾ വരുന്നത് അസ്നിയ ആൻഡ് രാംലിന. നമുക്ക് ഓപ്ഷൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ക്ലാഡോണിയ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫോളിയോസ് ലൈക്കൻ. തെറ്റാണ്. കാരണം ക്ലാഡോണിയ എന്ന് പറയുന്നത് ഈസ് എ സ്ക്വാമലസ് ലൈക്കൻ, അതൊരു സ്കാമലസ് ലൈക്കൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ദെൻ പിന്നെ ഉള്ള 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഇസിഡി ഈസ് ആൻ അസെക്ച്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും സെക്ച്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഏതാണെന്നുള്ളതാണ്. ദെൻ മോസ്റ്റ്ലി സെക്ച്വൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ പ്രൊഡക്ഷൻ ഓഫ് ആസ്കോസ്പോർസ്. ആസ്കോമൈസിഡ്സ് ആണ് ബേസിക്കലി വരുന്ന ഫംഗസ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് സെക്ച്വൽ റീപ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആസ്കോമൈസിഡ്സും, ഇനി എസെക്ച്വൽ ആണെന്നുണ്ടെങ്കിൽ താലസിന്റെ ഫ്രാഗ്മെന്റ്സും ആയിരിക്കും. അപ്പോൾ ബി ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇസിഡി ഈസ് ആൻ അസെക്ച്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അപ്പോൾ അസെക്ച്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇവിടെ എന്താണ്? താലസ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ദെൻ സോഡിയ ആർ സെക്ച്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, ഇതും തെറ്റാണ്. പകരം അവിടെ ആരാണ്? ആസ്കോസ്പോർസ് ആണ് അവിടുത്തെ സെക്ച്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ വരുന്നത്. ദെൻ ഫോർത്ത് ഓപ്ഷൻ വരുന്നത് സയാനോഫൈക്കോഫിലസ്. ഇതൊരു ലൈക്കന്റെ പേരാണ്. ഇറ്റ് ഹാസ് ഗ്രീൻ ആൽഗെ ആസ് ഫൈക്കോബയോണ്ട്. ഫൈക്കോബയോണ്ട് ആയിട്ട് അവിടെ ഇരിക്കുന്നത് ഗ്രീൻ ആൽഗെ ആണ്. ഇതൊരു റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് ലൈക്കൻ്റെ അകത്തിരിക്കുന്ന ഫൈക്കോബയോണ്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഗ്രീൻ ആൽഗെ ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ ഗ്രീൻ ആൽഗെ ആകാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ആൽഗെ. ആൽഗിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്. ബ്രാഞ്ച്ഡ് ഫിലമെന്റ്സ് ആർ സീൻ ഇൻ സിഗ്നിമ. സിഗ്നിമയിൽ ബ്രാഞ്ച്ഡ് ഫിലമെന്റ്സ് ഉണ്ട്. ദെൻ ഇഡഗോണിയ താലസ് ഈസ് ബ്രാഞ്ച്ഡ്. ഇഡഗോണിയയുടെ താലസ് ബ്രാഞ്ച്ഡ് ആണ്. ദെൻ ബ്രാഞ്ച്ഡ് താലസ് ഈസ് പ്രസന്റ് ഇൻ ക്ലാഡോഫോഴ. ക്ലാഡോഫോഴയിൽ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള താലസ് കാണുന്നു. ദെൻ ഫോർത്ത് ഓപ്ഷൻ ഈസ് താലസ് ഈസ് ബ്രാഞ്ച്ഡ് ഇൻ യൂളോത്രിക്സ്. യൂളോത്രിക്സിന്റെ താലസ് ബ്രാഞ്ച്ഡ് ആണ്. നോക്കൂ, 4 ഓപ്ഷൻസിലും കോമൺ ആയിട്ട് കാണുന്നത് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള താലസ് ആണെന്നാണ് എല്ലാ ഓപ്ഷൻസിനകത്തും കോമൺ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിന്റെ താലസ് ഓർഗനൈസേഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് സിഗ്നിമ. സിഗ്നിമ ഒരു ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള യൂണിസെല്ലുലാർ ഫിലമെന്റസ് ആൽഗെ ആണ്. ഇറ്റ് ഹാസ് ഷോർട്ട് അൺബ്രാഞ്ച്ഡ് ഫിലമെന്റ്സ്. എങ്ങനെയാണ്? ഷോർട്ട് ആയിട്ടുള്ള അൺബ്രാഞ്ച്ഡ് ഫിലമെന്റ്സ് ആണ് കാണുന്നത്. കമ്പോസ്ഡ് ഓഫ് സിലിണ്ട്രിക്കൽ സെൽസ് കൊണ്ടാണ് സിഗ്നിമ ഉണ്ടാക്കിയിരിക്കുന്നത്. വിത്ത് ഇൻ എ മ്യൂസിലേജസ് ഷീത്ത്. ഒരു മ്യൂസിലേജസ് ഷീത്തിനകത്തായിരിക്കും ഈ പറയുന്ന സിലിണ്ട്രിക്കൽ സെൽസ് ഇരിക്കുന്നത്. ഓക്കെ, റീപ്രൊഡക്ഷൻ നോക്കിയാൽ വെജിറ്റേറ്റീവ് ഉണ്ട്, അസെക്ച്വൽ ഉണ്ട് ആൻഡ് സെക്ച്വൽ ഉണ്ട്. ദെൻ ഹാർഷ് കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിൽ ഇവർ അസെക്ച്വൽ സ്പോർസ് ആയിട്ട് അക്കൈനേറ്റിനെ ഡെവലപ്പ് ചെയ്യും. ദെൻ സെക്ച്വലി ബൈ കോൺജുഗേഷൻ ട്യൂബ്സ്. ഹാർഷ് കണ്ടീഷൻസിൽ, അതായത് അതിന് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരുമ്പോൾ, അങ്ങനത്തെ കണ്ടീഷൻസ്, അതായത് എക്സ്ട്രീം കോൾഡ്, എക്സ്ട്രീം ഹോട്ട്, അങ്ങനത്തെയൊക്കെ കണ്ടീഷൻസ് വരുമ്പോൾ മാത്രം ഇവർ എസെക്ച്വലി അക്കൈനൈറ്റ്സിനെയും സെക്ച്വലി കോൺജുഗേഷൻ ട്യൂബ് വഴിയുമായിരിക്കും മെത്തഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ സിഗ്നിമ പറഞ്ഞാൽ സിഗ്നിമയുടെ താലസ് ബ്രാഞ്ച്ഡ് ആണോ അൺബ്രാഞ്ച്ഡ് ആണോ? അൺബ്രാഞ്ച്ഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ദെൻ സെക്കൻഡ് ഈസ് അബൌട്ട് ഇഡഗോണിയ. ഇഡഗോണിയ എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടർ ആൽഗെ ആണ്. അൺബ്രാഞ്ച്ഡ് ഫിലമെന്റസ് മൾട്ടി സെല്ലുലാർ താലസ്. അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഫിലമെന്റസ് ആണ്, പക്ഷെ മൾട്ടി സെല്ലുലാർ ആണ്. തൊട്ട് മുമ്പ് നമ്മൾ നോക്കിയ സിഗ്നിമ പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിമ ഫിലമെന്റസ് ആയിരുന്നു, ബട്ട് യൂണിസെല്ലുലാർ ആണ്, അതും അൺബ്രാഞ്ച്ഡ് തന്നെയായിരുന്നു. ദെൻ എസെക്ച്വൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ
മോട്ടൈൽ സൂസ്പോർസ് ആണ് ഇതിൻ്റെ asexual spores എന്ന് പറയുന്നത്. Then sexual method of reproduction പറഞ്ഞാൽ sperm, oogonia and zygospores ആണ് ഇവിടുത്തെ mode of reproduction. Then cladophora. Cladophora belongs to rhodophyceae ആണ്. Yellowish green in color ആണ്. Then plant body ഇരിക്കുന്നത് rough in structure ആയിരിക്കും. ഇവർ pseudo dichotomously branched ആയിരിക്കും. പൊതുവേ branched ആയിട്ടുള്ളതാണ്. പക്ഷെ ഇത് നമ്മൾ കാണുമ്പോൾ ബ്രാഞ്ച്ഡ് ആയിട്ടിരുന്ന കഴിഞ്ഞാൽ പോലും ആക്ച്വലി അത് ബ്രാഞ്ച്ഡ് ആകണം എന്ന് നിർബന്ധമില്ല. സ്യൂഡോ ഡൈക്കോട്ടമസിൽ നമ്മൾ കാണുമ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആയിട്ട് ഇതിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ചില സ്പീഷീസ് എന്ന് പറയുന്നത് പക്ക ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും, ബിലോങ്സ് ടു ക്ലാഡോഫോറ. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഐസോഗ്യാമസ്. ആൻ എക്സാമ്പിൾ ഓഫ് മോട്ടയിൽ ഹോമോഗ്യാമേറ്റ് പ്രൊഡ്യൂസിങ് ആൽഗി. ഒറ്റ എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ. ക്ലാഡോഫോറ പറഞ്ഞു കഴിഞ്ഞാൽ ഐസോഗ്യാമസ്, അതായത് ഇത് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഗ്യാമീറ്റ്സ് രണ്ടും, മെയിൽ ഗ്യാമീറ്റ് ആയിക്കോട്ടെ ഫീമെയിൽ ഗ്യാമീറ്റ് ആയിക്കോട്ടെ, രണ്ട് ഗ്യാമീറ്റ്സും സെയിം ആയിരിക്കും. ഹോമോഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഒരുപോലെ ഇരിക്കും, രണ്ടും സെയിം ആയിരിക്കും. സൈസ് ആയിക്കോട്ടെ സ്ട്രക്ചർ ആയിക്കോട്ടെ ഒക്കെ സെയിം ആയിരിക്കും. മോട്ടയിലായിരിക്കും. രണ്ടും എന്താണ്? മോട്ടയിലായിട്ടുള്ള ഗ്യാമീറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലാഡോഫോറ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്യൂഡോഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ആൻഡ് സം ആർ ബ്രാഞ്ച്ഡ് ഓൾസോ. ചിലതെന്താണ്? ബ്രാഞ്ച്ഡുമാണ്. ഓക്കെ, ദെൻ യൂളോത്രിക്സ്. യൂളോത്രിക്സ് ഇസ് എ നോൺ ബ്രാഞ്ചിങ് ഫിലമെന്റസ് ആൽഗി. ഇവരും ഫിലമെന്റസ് ആൽഗി തന്നെയാണ്, പക്ഷെ എന്താണ്? അൺബ്രാഞ്ച്ഡ് ആണ്. മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ആണ്. റീപ്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറ്റീവ്ലി ബൈ ഫ്രാഗ്മെന്റേഷൻ, എസെക്ച്വലി ബൈ റെസ്റ്റിംഗ് സ്പോർ കോൾഡ് അപ്ലാനോസ്പോർസ് ആൻഡ് മോട്ടൈൽ ക്വാഡ്രിഫ്ലജലേറ്റ് സ്പോർസ്. ക്വാഡ്രിഫ്ലജലേറ്റ് സ്പോറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സൂസ്പോർസ്. ഇനി സെക്ഷുവലി ആണെങ്കിൽ ബൈ ബൈഫ്ലജലേറ്റ് ഗ്യാമീറ്റ്സ്. ബൈഫ്ലജലേറ്റഡ് ആയിട്ടുള്ള ഗ്യാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു ആര്? യൂളോത്രിക്സ്. അതുപോലെ തന്നെ സൂസ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നതും അത് എസെക്ച്വലി ആണെങ്കിൽ സൂസ്പോർസിനായിരിക്കും, അല്ലെങ്കിൽ എപ്ലാനോസ്പോർസ്. സൂസ്പോർ പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രിഫ്ലജലേറ്റ് ആയിട്ടുള്ള സ്പോർസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഓപ്ഷൻ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ആൽഗെ. ആൽഗിനെ കുറിച്ച് നോക്കുമ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബ്രാഞ്ച്ഡ് ഫിലമെന്റസ് ആർ സീൻ ഇൻ സിഗ്നിമ. സിഗ്നിമയിൽ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഫിലമെന്റ്സ് ആണോ? നോ, അൺബ്രാഞ്ച്ഡ് ആണ്, അപ്പോൾ അത് തെറ്റാണ്. ദെൻ ഇഡഗോണിയ താലസ് ഈസ് ബ്രാഞ്ച്ഡ്. നോ, അതും തെറ്റാണ്, ഇറ്റ്സ് എൻ അൺബ്രാഞ്ച്ഡ്. ദെൻ ബ്രാഞ്ച്ഡ് താലസ് ഈസ് പ്രസന്റ് ഇൻ ക്ലാഡോഫോറ. ക്ലാഡോഫോറയിൽ എന്താണ്? ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഫിലമെന്റ്സ് ഉണ്ട്. യെസ്, ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡും ആണ്. ചിലതൊക്കെയും ബ്രാഞ്ച്ഡ് തന്നെയാണ് താലസ്. ക്ലാഡോഫോറ സ്പീഷീസ് വരുമ്പോൾ. ദെൻ താലസ് ഈസ് ബ്രാഞ്ച്ഡ് ഇൻ യൂളോത്രിക്സ്. നോ, അതും തെറ്റ് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലാഡോഫോറയാണ് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള താലസ് ഉള്ള ആൽഗി എന്ന് പറയുന്നത്. ദെൻ മാച്ച് ദി ഫോളോയിങ്. കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ച് പെക്യൂലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ആൽഗിനെ കുറിച്ചിട്ട്. റൈറ്റ് സൈഡിൽ ആൽഗിന്റെ പേര് തന്നിട്ടുണ്ട്. ഇതിനെ തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ഹോമോഗോണിയ, സെക്കൻഡ് വൺ അമൈലം സ്റ്റാർസ്, ആൻഡ് തേർഡ് വൺ ടെട്രാസ്പോർസ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് സിൻസൂസ്പോർ. ഇനി അപ്പുറത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കോളം ബിയിൽ കൊടുത്തിരിക്കുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ ആൽഗിന്റെ പേര് പറഞ്ഞാൽ പോളിസൈഫോണിയ, ലിഗ്ബിയ, വോച്ചീറിയ ആൻഡ് കാര. ഓക്കെ, ഇതിനകത്ത് അമൈലം സ്റ്റാർസ് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ്. അത് ഏതിനകത്താണ് ഉള്ളതെന്നും ഒരുവിധപ്പെട്ട എല്ലാവർക്കും നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അമൈലം സ്റ്റാർസ് എന്ന് പറയുന്നത് ക്യാരയുടെ നോഡിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, അതും സ്റ്റാർച്ചിനെ, അമൈലം സ്റ്റാർച്ചിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അഗ്രിഗേഷൻ ഓഫ് സെല്ലിനെയാണ് ആക്ച്വലി എന്ത് പറയുക? അമൈലം സ്റ്റാർസ് എന്ന് പറയുന്നത് ഒരു അഗ്രിഗേഷനാണ്. സ്റ്റാർ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്, ഫിൽഡ് വിത്ത് അമൈലം സ്റ്റാർച്ച്. അമൈലം സ്റ്റാർച്ച് കൊണ്ടായിരിക്കും ഫില്ല് ചെയ്തിരിക്കുന്നത്. ഫൗണ്ട് ഇൻ ദി ബേസൽ റീജിയൻ ഓഫ് നോഡ്സ് ഇൻ കാര. കാരയുടെ ബേസൽ റീജിയനിലായിരിക്കും ഇരിക്കുക. ദെൻ കാര പറയുന്നത് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. അതായത് ന്യൂക്യൂളും ഗ്ലോബ്യൂളും. ന്യൂക്യൂള് പറഞ്ഞാൽ ഫീമെയിൽ സെക്സ് ഓർഗനും, ഗ്ലോബ്യൂള് പറഞ്ഞാൽ കാരയുടെ മെയിൽ സെക്സ് ഓർഗനുമാണ്. ഓക്കെ, ഇനി അപ്പോൾ അമൈലം സ്റ്റാർസ്, കാര. പിന്നെ നമുക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ പെട്ടെന്ന്. ദെൻ ഹോമോഗോണി എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഹോമോഗോണി ഈസ് എ ഫ്രാക്ഷൻ ഓഫ് ഫിലമെന്റ് ഇൻ ആൽഗി. ആൽഗിയിലെ ഒരു ഫിലമെന്റ് ഫ്രാക്ഷൻ ആണ്. ദാറ്റ് ഡിറ്റാച്ചസ് ഫ്രം ദി ഓർഗാനിസം. ഓർഗാനിസത്തിന് അത് ഡിറ്റാച്ച് ചെയ്ത് പോകുന്നു. ആൻഡ് റീപ്രൊഡ്യൂസ് ബൈ സെൽ ഡിവിഷൻ. എന്നിട്ട് അത് സെൽ ഡിവിഷൻ വഴി ഗ്രോ ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഫൗണ്ട് ഇൻ സയാനോ ബാക്ടീരിയ. സയാനോ ബാക്ടീരിയയുടെ ഒരു മേജർ ഫീച്ചറാണ് ഈ പറയുന്ന ഹോമോഗോണിയ എന്ന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഈസ് ടെട്രാസ്പോർസ്. ടെട്രാസ്പോർസ് എന്ന് പറയുന്നത് റെഡ് ആൽഗയിൽ കാണുന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്പോർസ് ആണ്. റോഡോഫൈസിയുടെ ഒരു ലൈഫ് ഹിസ്റ്ററിയിലെ ഒരു ഫേസ് തന്നെയാണ് ഈ പറയുന്ന ടെട്രാസ്പോർസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വരുന്നത് പോളിസൈഫോണിയ. അപ്പോൾ പോളിസൈഫോണിയയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് പ്രസൻസ് ഓഫ് ടെട്രാസ്പോർ. ദെൻ നെക്സ്റ്റ് ഈസ് സിൻസൂസ്പോർ. സിൻസൂസ്പോർ പറഞ്ഞാൽ മൾട്ടി ഫ്ലജലേറ്റ് കോമ്പൗണ്ട് സൂസ്പോർസ് ആണ്. സിൻസൂസ്പോർ അല്ലെങ്കിൽ സീനോസൂസ്പോർസ് എന്ന് വിളിക്കാം നമ്മളിതിനെ. പൗച്ചീരിയയിൽ മാത്രം പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് സിൻസൂസ്പോർ അല്ലെങ്കിൽ സീനോസൂസ്പോർ എന്ന് പറയുന്നത്. ദെൻ ഓപ്ഷൻസിലേക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാര. ഹോമോഗോണിയ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് സയാനോ ബാക്ടീരിയയിൽ കാണുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഹോമോഗോണിയ എന്ന് പറഞ്ഞു. ഇവിടുത്തെ സയാനോ ബാക്ടീരിയ ഈസ് ലിംഗ്ബേ ആണ്. ദെൻ ടെട്രാസ്പോർസ്. ടെട്രാസ്പോർ എന്ന് പറയുന്നത് പോളിസൈഫോണിയയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ദെൻ നെക്സ്റ്റ് ഈസ് സിൻസൂസ്പോർ. സിൻസൂസ്പോർ പറഞ്ഞു കഴിഞ്ഞാൽ വൗച്ചീരിയയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ദെൻ നമുക്ക് ഇതിനകത്ത് നിന്ന് ഓപ്ഷൻ ഏതാന്ന് നോക്കാം. ഹോമോഗോണിയ, A2 വരുന്ന 3 ഓപ്ഷൻസ് നമുക്കുണ്ട്. A, B ആൻഡ് C. ദെൻ അമേലം സ്റ്റാർസ് 4. B4 വരുന്ന 2 ഓപ്ഷൻസ്. ദെൻ ഗോ ഫോർ C. ഹോമോഗോണിയ ഈസ് ലിംഗ്ബിയ. ദെൻ അമേലം സ്റ്റാർസ് ക്യാര. അപ്പോൾ എയുടെ ഓപ്ഷൻ വരുന്നത് A2 വരുന്ന 3 ഓപ്ഷൻ നമുക്കുണ്ട്. A, B ആൻഡ് C. ദെൻ അമേലം സ്റ്റാർസ് ഫോർ ക്യാര. അമേലം സ്റ്റാർസ് ക്യാരയുടെയാണ്. അപ്പോൾ B4 വരുന്ന 2 ഓപ്ഷനാണ് ഇതിനകത്ത് നമുക്ക് വരുന്നത്. എയും സിയും വരുന്നുണ്ട്. ദെൻ തേർഡ് വൺ ഈസ് ടെട്രാസ്പോർ. ടെട്രാസ്പോർ വരുന്നത് പോളിസൈഫോണിയയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ദെൻ C1 ആയിട്ടുള്ള ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, B ആണ്. ദെൻ ഫോർത്ത് വണ്ണും കറക്റ്റ് ആണെന്ന് നമുക്ക് നോക്കാം. സിൻസൂസ്പോർ വരുന്നത് വൗച്ചീരിയയുടെ ആണ്, D3. അപ്പോൾ B ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ.